400-ൻ്റെ പേരിൽ 350 cc ഇറക്കി ആൾക്കാരെ പറ്റിച്ചു ട്രയംഫ്. What's happening people, this is Koji Machan and welcome back to another vlog. So ഇന്ന് നമ്മുടെ കൂടെ the all new Triumph 350cc വണ്ടികളുടെ സ്ക്രാംബ്ലർ വേർഷൻ ഉണ്ട്, അവിടെ സ്പീഡും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 വണ്ടിയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സ്ക്രാംബ്ലറിൽ നിന്ന് തുടങ്ങാം. എല്ലാ വണ്ടിയും ഇനി അവരുടെ 350 ആണ് അങ്ങോട്ട് കളി. റോയൽ എൻഫീൽഡിൻ്റെ 350cc രാജകീയമായ ആ ഒരു സെറ്റപ്പൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. കാര്യം ഇതിൻ്റെ ഓബ്വിയസ്ലി ട്രയംഫാണ്, ബ്രാൻഡ് വാല്യൂ ക്വാളിറ്റി എല്ലാം വെച്ച് നോക്കുമ്പോൾ കുറച്ച് മുന്നിലോട്ട് തന്നെയാണ്. ആൻഡ് ഫസ്റ്റ് മെയിൻ മാറ്റം ഇതിൻ്റെ ആ ഒരു എൻജിനാണ്, ആ ഒരു TR സീരീസ്. ഇതിൻ്റെ എൻജിൻ തന്നെയാണ് TR സീരീസ് എൻജിനാണ്. ഒരു 349cc എൻജിനാണ്. പവർ കുറഞ്ഞിട്ടുണ്ട്, ഒരു 37 PS 38 PS വന്നിട്ടുണ്ട്. ടോർക്കായാലും 32 Nm മാറിയിട്ടുണ്ട്. അതായത് ഒരു 5 Nm ടോർക്കും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ത്രക്സ്റ്റൺ എന്ന് പറഞ്ഞ മോഡലിനും 40 PS തന്നെ പവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. വിത്ത് 32 Nm ഓഫ് ടോർക്കാണ്, പക്ഷേ പവർ കീപ്പ് ചെയ്യുന്നത് അതാ ട്യൂണിങ്ങിൻ്റെ വ്യത്യാസമാണ്. വേറെ ഇൻറ്റേർണൽസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ക്യാം ഷാഫ്റ്റ് മാറ്റിയിട്ടുണ്ട്, വേറെ ഡിഫറെൻറ്റ് ക്യാം ഷാഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെ പക്ഷേ പ്രൈസിങ് കുറഞ്ഞിട്ടുണ്ട്. എക്സ് ഷോറൂമിലും പ്രൈസിങ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അവരുടെ 350 സീരീസിൽ 7000 മുതൽ 10000 രൂപ വരെയും പ്രൈസിൽ എക്സ് ഷോറൂമിൽ കുറഞ്ഞിട്ടുണ്ട്. അത് കൂടാണ്ട് GST ബെനിഫിറ്റ്സ് വേറെയും നമ്മുടെ ഓൺ റോഡ് പ്രൈസിൽ നമ്മൾ ഏകദേശം 20000-30000 രൂപ വരെയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് ഏകദേശം പണ്ടത്തെ ഇപ്പോൾ 400 വെച്ച് നോക്കുകയാണെങ്കിൽ അതിനെക്കാട്ടും കുറച്ചും കൂടെ റേറ്റ് കുറവാണ് ഇപ്പോൾ ഇറങ്ങിയേക്കണം ഈ ഒരു 350cc വണ്ടികൾക്ക്. ട്രയംഫിൻ്റെ പേരിൽ മാറ്റമൊന്നുമില്ല, സ്ക്രാംബ്ലർ 400X വേറെ ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇമ്മൊബിലൈസർ കീയിൽ തന്നെ ആ ഒരു ഇമ്മൊബിലൈസർ സെറ്റപ്പ് കൊണ്ടേ കളഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഏത് കീ വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഇത് സെറ്റപ്പ് ആക്കാമെന്നാണ് പറയുന്നത്. ആ ഒരു ഇമ്മൊബിലൈസർ ഉണ്ടോ, ആ ഒരു മണിയുടെ സിമ്പിൾ അവിടെ ഉണ്ട്, പക്ഷെ അതെടുത്ത് കളഞ്ഞു. പിന്നെ ഇവിടെ USB ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ബാക്കിയൊക്കെ സെയിം തന്നെ, ഒരു വ്യത്യാസമില്ല. സ്ക്രാംബ്ലറിൽ വന്നേക്കാം ടയേഴ്സ്, സസ്പെൻഷൻ, ട്രാവൽ, ഗ്രൗണ്ട് ക്ലിയറൻസ്, ആ ഒരു MRFൻ്റെ ഡുവൽ പർപ്പസ് ടയേഴ്സ് ഉണ്ട്, ആ ഒരു ഡുവൽ എക്സോസ്റ്റ് നമുക്ക് കാണാം. റിയറിലെ ആ ഒരു സെറ്റപ്പ് എല്ലാം സെയിം തന്നെ, അവിടെയും വ്യത്യാസമൊന്നുമില്ല. ഇത് സ്ക്രാംബ്ലർ 400 ആണ്. ഇതിൻ്റെ XC വേർഷൻ ഉണ്ട്, അതുകൂടാണ്ട് ത്രക്സ്റ്റൺ ഉണ്ട്. ഇപ്പോൾ ഫ്ലാറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അവരുടെ. സ്പീഡ് 400 ഉണ്ട്, T4 ഉണ്ട്. അപ്പോൾ T4ൻ്റെ ഒക്കെ വില എന്ന് വെച്ചാൽ 1,95,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ അതിൻ്റെ വിലകൾ എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാവും ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും. ഫസ്റ്റ് തന്നെ കയറിയിരിക്കുക അല്ലേ. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്ക് ഓൾമോസ്റ്റ് ഹാഫ് ഫുട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചുതരാം. സൗണ്ടിലും വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഓടിക്കുമ്പോൾ ചെറിയ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ടിങ് ട്രബിൾ ഓക്കെ, ജസ്റ്റ് കേൾപ്പിക്കുക സൗണ്ട് കേട്ടോ. സൗണ്ടിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ABS ഉണ്ട്, പിന്നെ നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, സ്പീഡോമീറ്റർ, ഇവിടെ ട്രിപ്പ് A ട്രിപ്പ് B, ട്രാക്ഷൻ കൺട്രോൾ, ഓഫ് റോഡ്, ABS ഓഫ് ചെയ്യാനും, ഓഡോമീറ്ററും, ഫ്യൂവൽ ഗേജ്, ടാക്കോമീറ്റർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാം. ഹസാർഡ് സ്വിച്ചസിൻ്റെ ക്വാളിറ്റി ചെറുതായിട്ടൊരു കുറഞ്ഞൊരു ഫീലുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പെട്ടെന്ന് ഇരുന്നപ്പോൾ കയറിയപ്പോൾ തോന്നിയതാണ്. പിന്നെ മെയിനായിട്ട് വൈബ്രേഷൻസിൽ കുറച്ച് കുറവ് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ ഒരു പവറും ടോർക്കും കുറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ആ ഒരു വൈബ്രേഷൻസിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്, കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെ തന്നെ അതേ ഒരു സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ കയറ്റമാണ്, എന്നാലും ഒരു 0 to 100 നമുക്ക് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്യാം അല്ലേ. 3, 2, 1 ലെറ്റ്സ് ഗോ. ഒരു കയറ്റമായിരുന്നേ, ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ചെയ്താണെന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സിനെ പറ്റി ഞാൻ പറയാം. ഈ ഒരു 350 വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വ്യത്യാസം അല്ലെങ്കിൽ ഇമ്പ്രൂവ്ഡ് ആയിട്ട് തോന്നിയത് ആ ഒരു വൈബ്രേഷൻ ആട്ടോ. ആ ഒരു നേരത്തെ ഒരു പണ്ടത്തെ ഡോമിനാറിനൊക്കെ ഒരു വൈബ്രേഷൻ ഉണ്ടായാൽ ഞാൻ പറയില്ല, ഭയങ്കര ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു വൈബ്രേഷൻ, അത് ഇതിലെനിക്ക് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. ആ ഒരു ലോവർ RPM ഉണ്ടായിരുന്ന ആ ഒരു വൈബ്രേഷൻ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുറവായിട്ട് തോന്നുന്നുണ്ട്. മഴ അല്ല
നല്ല തോന്നുന്നുണ്ട്. പിന്നെ പവർ അത്ര ഒരു കുറവോ എനിക്ക് അങ്ങനത്തെ ഫീലൊന്നുമില്ല കേട്ടോ. ഒരു പുള്ളോ അല്ലെങ്കിൽ പഴയ വണ്ടിനെക്കാട്ടും ഭയങ്കര പവർ കുറവായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഡ്രാസ്റ്റിക് ഡിഫറൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമേ എനിക്ക് തോന്നിയിട്ടില്ല. ഓൾമോസ്റ്റ് സെയിം തന്നെ എനിക്ക് തോന്നിയ സസ്പെൻഷൻ ട്രാവലായാലും കംഫർട്ടായാലും ആ ഒരു അപ്രൈറ്റ് റൈഡിങ് പൊസിഷൻ ആയാലും എല്ലാം സ്ക്രാംബ്ലറിൽ. അതുപോലെ തന്നെ ഉണ്ട് വി ഹാവ് ആൻ ഓപ്പൺ റോഡ്. ഇത് ഇവിടുത്തെ ഹൈദരാബാദ് ആട്ടോ, ഇപ്പോൾ നാട്ടിലല്ല, ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഇവിടുത്തെ എന്തോ സെറ്റപ്പാണിത്. അപ്പോൾ യെസ്, ടോപ്പ് സ്പീഡിൽ ചെറിയ വ്യത്യാസമുണ്ട്. 0 to 100 ടൈമിങ്ങിൽ കുറച്ച് വ്യത്യാസം, സമയം കുറച്ച് കൂടിയിട്ടുണ്ട് 0 to 100 0 to 60 ഒക്കെ. ബട്ട് ദാറ്റ് ഈസ് വെരി, അതൊന്നും അത്ര നമുക്ക് ബോദർ ചെയ്യേണ്ട കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം സ്ക്രാംബ്ലറും ഇതിൻ്റെയൊക്കെ ആ ഒരു കംഫർട്ടും ആ ഒരു എൻജിൻ്റെ ആ ഒരു പെർഫോമൻസ് ഓൾമോസ്റ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് കുറച്ചും കൂടെ നന്നായെന്നാണ് തോന്നുന്നത്. കാര്യം ആ ഉണ്ടായിരുന്ന ആ ഒരു വൃത്തിയായിട്ടൊരു ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ എനിക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. പവറിലായാലും ഭയങ്കര മാരക ഡ്രോപ്പൊന്നുമില്ല. ഞാൻ പക്ഷേ ഒരു ഷോർട്ട് സ്ട്രോക്ക് ആയപ്പോഴത്തേക്കും വണ്ടി കൈ കൊടുത്താൽ ചാടിത്തുള്ളി നിൽക്കണ ഒരു സെറ്റപ്പാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനത്തെ ഒരു ചാടിത്തുള്ളി സെറ്റപ്പൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ പുള്ളിക്ക് നമ്മൾ സ്ക്രാംബർ കൊടുത്തു. ഡിഡ് യു ഫീൽ എനി ഡിഫറൻസ്? इसमें तो कुछ डिफरेंस मालूम नहीं पड़ा. इसमें भी कुछ भी नहीं, तो थोड़ा सा कम मुझे लग रहा है, बट दैट इज अगेन सी इट्स नेग्लिजिबल. हां, टॉर्क हैज कम डाउन, पर वाइब्रेशन थोड़ा कम हुआ है. हाँ, दैट इज गुड. वो अच्छा हुआ. वाइब्रेशन है लिटरली है पर कम हुआ है पहले से. टॉर्क का ज्यादा मतलब यू सी इफ यू राइड पुराने वाला और ये यू नो एक के बाद में एक, देन यू गेट टू नो, और एल्स सिटी राइड्स के लिए इट हैज बिकम बेटर नाउ. അതാണ്. അപ്പോൾ ഇത് സ്പീഡ് 400 മാറ്റമൊന്നുമില്ല, സെയിം ആ ഒരു 350cc എൻജിൻ വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ബ്രേക്ക് പാഡ്സ് ചില വ്യത്യാസമൊക്കെ ഉണ്ടാവും. അത് ഇതിനല്ല, T4-നാണ് ബ്രേക്ക് പാഡ്സ്, കുറച്ച് ഓർഗാനിക് ബ്രേക്ക് പാഡ്സ് ഇട്ട് കൊടുത്തത്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതിന് ഓഫ് റോഡ് ടയേഴ്സ് ആണെങ്കിൽ ഇതിന് റോഡ് ടയേഴ്സ് കൊടുത്തേക്കണത്. പിന്നെന്താ വ്യത്യാസം? വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് കുറച്ചൊരു ഇത് ഓടിക്കാം, ധൂമച്ചാലേക്കാം. ഓക്കെ. ഓ, ഇറക്കം ഇവിടെ മിക്കവാറും കട്ട ടോപ്പ് സ്പീഡ് കിട്ടും. ഫസ്റ്റിൽ തന്നെ തുടങ്ങാമല്ലേ? ലെറ്റ്സ് ഗോ. 3 2 1 ലെറ്റ്സ് ഗോ. ഓക്കെ, ഓൾമോസ്റ്റ് 160 എത്തിയിട്ടാ. പക്ഷേ ഇതിൽ പിന്നെയും വൈബ്രേഷൻ കുറവാണ്. ഇത് കുറച്ചും കൂടെ സ്മൂതറായിട്ട് തോന്നുന്നു എനിക്ക് സ്ക്രാംബ്ലറിനെക്കാട്ടും. മേ ബി ബിക്കോസ് ഓഫ് റോഡ് ടയർ ആയതുകൊണ്ടായിരിക്കാം, നോട്ട് ഷുവർ. റോഡ് ടയർ ആയതുകൊണ്ടായിരിക്കാം ഇത് കുറച്ചും കൂടെ സ്മൂതറായിട്ട് തോന്നി എനിക്ക്. ഞാൻ ഓടിച്ച സ്ക്രാംബ്ലറിനെക്കാട്ടും വൈബ്രേഷൻസ് കുറച്ചും കൂടെ കുറവാണ്. കുറച്ചും കൂടെ എന്താ പറയുക, ഭയങ്കര റിഫൈൻഡ് ആയിട്ട് തോന്നുന്നു സ്ക്രാംബ്ലറിൽ നിന്ന് ഇത് ഓടിക്കുമ്പോഴത്തേക്കും. അതും പഴയ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ റിഫൈൻഡ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു ലോ എൻഡിൽ ഒരു വൃത്തിയായിട്ടൊരു വൈബ്രേഷൻ ഇതിന് വരുമായിരുന്നു. അത് ഇപ്പോൾ വളരെ ചെറുതായിട്ടാണ് കിട്ടണത്. അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ സിമ്പിളായിട്ട് വീൽ ചെയ്യാം കേട്ടോ. അതിന് പവറിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇങ്ങനെ വേണം ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ. ഡൗൺ സൈസ് ചെയ്താലും എന്താ, മറ്റേ എൻജിൻ പോയാലും കുഴപ്പമില്ല. പവറിന് വലിയ വ്യത്യാസം ഇല്ലാണ്ട് റിഫൈൻഡ് ആയിട്ട് ഇറക്കാൻ പറ്റുക. അവിടെയാണ് അവിടെയാണ് കളി മാറണത്. ഇത് ഉറപ്പാണ്. ഇത് ഓടിക്കുന്നവർക്ക് എന്തായാലും നല്ല വ്യത്യാസം തോന്നും. വണ്ടിയിൽ വന്നേക്കണ മാറ്റങ്ങളുടെ വ്യത്യാസം തോന്നും. എന്തെങ്കിലും കുറവായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, പെട്ടെന്ന് ചിലപ്പോൾ സ്വിച്ചിൻ്റെ ക്വാളിറ്റി ചെറുതായിട്ട് കുറഞ്ഞ പോലെ ഉണ്ട്. ആ ഒരു ട്രയംഫിൻ്റെ അല്ലെങ്കിൽ ഒരു പണ്ട് ഇറങ്ങിയ സമയത്തിനെക്കാട്ടും കുറച്ചും കൂടെ വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ റെസ്റ്റ് എവറിത്തിങ് ഈസ് ഓൾമോസ്റ്റ് ദ സെയിം. വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ.
കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ ആ എൻജിൻ പോയതുകൊണ്ട് വലിയ വിഷമമൊന്നും തോന്നണില്ല ഇപ്പോൾ. അപ്പോൾ അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. ആൻഡ് അവർ ഫുൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. മാപ്പിംഗ് മാറ്റിയിട്ടുണ്ട്, അതുകൂടാതെ ടൈമിങ് മാറ്റിയിട്ടുണ്ട്, വാൽവുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ അധികം മാറ്റങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ലുക്ക് വൈസും ഒരു മാറ്റമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആ വണ്ടി ഈ വണ്ടിയും കൂടെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പഴയ വണ്ടിയും പുതിയ വണ്ടിയും ഓടിച്ചാലും ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്യും. മാറി മാറി ഓടിക്കണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു പുതിയ വണ്ടി ഒന്ന് ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യില്ല. ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്. ടോപ്പ് സ്പീഡ് നിങ്ങൾ കണ്ടു, ഓൾമോസ്റ്റ് 160 ടച്ച് ചെയ്തു. പിന്നെ അതിൻ്റെ സ്മൂത്ത് ഐ ആം പ്രിറ്റി മച്ച് ഹാപ്പി. ഇതിലുണ്ട് നമ്മുടെ കീയുടെ അവിടെ ആ ഒരു സിമ്പിൾ, പക്ഷേ കാര്യമില്ല, ഒന്നുമേ ഇല്ല ഇതിൻ്റെ അകത്തും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പിന്നെ ബ്രേക്സ് ആയാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് സ്ക്രാംബ്ലറിൻ്റെ ബ്രേക്കിങ്ങും അടിപൊളിയാണ്, സ്പീഡിൻ്റെ ബ്രേക്കിങ്ങും അടിപൊളിയാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ്, ബട്ടർ സ്മൂത്ത് ഗിയർ ബോക്സ് ആണ്. നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് വണ്ടിയിൽ. പിന്നെ ഇതാണ് സ്വിച്ച് കൺട്രോൾസ് നോക്കാൻ പോയാൽ ഇത് നമ്മുടെ ഡിമ്മ് ബ്രൈറ്റ് പാസ്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം മാറ്റുന്നത്. അത് 130+. ആൻഡ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, ഹസാർഡ്, കിൽ സ്വിച്ച്, എൻജിൻ, നമ്മുടെ സെൽഫ്, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പെട്രോൾ അടിക്കുന്ന ഒരു ടാങ്ക് സൈഡിലാണ് അതിൻ്റെ ലിഡൊക്കെ ഇരിക്കുന്നത്. ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വണ്ടി ഇപ്പോൾ ഓടിക്കുമ്പോൾ നല്ല രസമുണ്ട്, നല്ല റിഫൈൻഡ് ആണ്. ഞാൻ ഇനി എന്തായാലും ആൾക്കാർക്ക് ഓബ്വിയസ്ലി റെക്കമെൻഡ് ചെയ്യും. നിങ്ങളൊരു ഡെയിലി കമ്മ്യൂട്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വണ്ടികൾ നോക്കുവാണെങ്കിൽ 400 ഇസ് ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിൾ. ഇതിൻ്റെ ട്രാക്കർ ഇറങ്ങിയിട്ടുണ്ട്, അത് കുറച്ചും കൂടെ രസമായിരിക്കും. കാര്യം അതിൽ കുറച്ചും കൂടെ നല്ല അപ്രൈറ്റ് പൊസിഷനാണ്. ട്രാക്കർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയുക, വൈഡർ ഹാൻഡിൽ ബാസ്, കുറച്ചും കൂടെ സ്പോർട്ടിയർ ആയിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ട്രാക്കർ. അത് അവിടെ ചെന്നിട്ട് കാണിച്ചാൽ അത് ഓടിക്കാൻ നമുക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും ഞാൻ അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് പ്രൈസിങ്ങിനെ പറ്റി പറഞ്ഞുതരാം കേട്ടോ, എത്ര രൂപ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. ബാക്കിയുള്ള വണ്ടികളും ഞാൻ കാണിച്ചുതരാം. ഈ ഒറ്റ വീഡിയോ തന്നെ നമുക്കത് തീർക്കാം. ഇപ്പോൾ റൈഡ് റിവ്യൂ ആയി, അതുകൊണ്ട് വോക്ക് അറൗണ്ടായിട്ട് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്ക് തപ്പിയാൽ നേരത്തെ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ വണ്ടിയിലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, നത്തിങ് ഇസ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. 400ൻ്റെ പേരിൽ 350cc ഇറക്കി ആൾക്കാരെ പറ്റിച്ചു ട്രയംഫ്, അതായിരിക്കും നമ്മുടെ ക്യാപ്ഷൻ. പിന്നെ ഈസി ആട്ടോ. നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു വൈബ്രേഷനൊക്കെ ഉണ്ടായി, ഒരു 80, ഒരു മിഡ് RPM. അതൊന്നും ഇപ്പോൾ ഭയങ്കര കുറഞ്ഞു ഉണ്ട്, പക്ഷേ ഭയങ്കര കുറവാണ്. ഈസി ആയിട്ട് നമുക്ക് 80, 100 ഇങ്ങനെ ക്രൂസ് ചെയ്യാം. ഞാനിപ്പോൾ 100 പോയാലും നമുക്ക് ഒരു സീറോ വൈബ്രേഷൻസ് എന്ന് വേണേൽ പറയാം. കാലിത് ടാങ്കിൽ പോലും എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യില്ല, അത്രമാത്രം വൈബ്രേഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഹയർ RPMസിലാണ് നമുക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ പോണേ. പക്ഷേ ഉണ്ട് ഒരു പെർട്ടിക്കുലർ RPM കഴിഞ്ഞാലാണ് ആ ഒരു പവർ കിട്ടുന്നത്. ഇപ്പോൾ പവർ 6000 കണ്ട, ഇപ്പോൾ പവർ കയറി തന്നെ. ആ ഒരു ലോ എൻഡ് RPM എനിക്ക് ലോ എൻഡ് ടോർക്ക് എനിക്ക് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ചെറിയൊരു എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസം തോന്നുന്നില്ല. കാര്യം ഞാൻ ആ 400 ഓടിച്ചിട്ട് കുറേ ആയി. പക്ഷേ ആ ഓടിച്ചൊരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. പക്ഷേ ആ സെയിം ക്യാരക്ടർ തന്നെയാണ് എൻജിന്. ആ ഒരു ലോവർ RPMൽ കുറച്ച് ഡള്ളായിരിക്കും. പിന്നെ ഒന്ന് കൈ കൊടുത്ത് വരുമ്പോഴത്തേക്കും മച്ചാൻ അടിച്ച് കയറി വരും. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്പീഡ് 400 2.32 lakhs ആണ് എക്സ് ഷോറൂം. സ്ക്രാംബ്ലർ 400 2.59 lakhs, XCക്ക് 2.89 lakhs, ത്രക്സ്റ്റൺ 400 2.65 lakhs, പിന്നെ T4 1.95 lakhs, പിന്നെ ട്രാക്കർ ഇറങ്ങിയൊക്കെ 2.45 lakhs ആണ് എക്സ് ഷോറൂം പ്രൈസ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൈസിങ് നോക്കാൻ പോയാൽ. ഒക്കെ നിങ്ങൾക്ക് അറിയാം, 1917 inch വീൽസ്, 43 mm അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ. हाँ चालू करो सीधा चलते ना. ഓ ഡ്രാഗ് പക്ഷേ സ്പീഡ് കയറിപ്പോവും, അറിയില്ല. ലെറ്റ്സ് സീ. സോ ഹീറ്റിംഗ് അല്ലേ അടുത്തത്. ഹീറ്റിംഗ് ആയിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ. ഇറ്റ്സ് പ്രിറ്റി മച്ച് ഓക്കെ വിത്ത് മീ. എനിക്ക് അങ്ങനെ ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂസ് കുറേ പേര് പറയുന്നുണ്ട് സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ. ഞങ്ങൾക്ക് ഈ ഹൈവേ ആണ് ഫുള്ള്, എയർപോർട്ടിൻ്റെ അവിടെയുള്ള ഹൈവേയിലാണ് നമ്മുടെ ഓടിക്കലും പരിപാടിയൊക്കെ. 195 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആൻഡ് 835 mm സീറ്റ് ഹൈറ്റ് ആണ്. അപ്പോൾ
വൺ സീറ്റായിട്ടെന്ന് പറയാനുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, എനിക്ക് ഹാൻഡിൽ ചെയ്യാം. ഞാൻ പ്രിറ്റി മച്ച് ഓക്കെയാണ്, എനിക്ക് അത്ര ഹെവി ആയിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ വണ്ടി. സോ എനിക്ക് അങ്ങനെ വെയിറ്റോ കാര്യങ്ങളൊന്നും തോന്നില്ല കേട്ടോ. ഭയങ്കര ഈസി ടു ഹാൻഡിലാണ്. നമുക്ക് ഓഫ് റോഡ് പോകാനാണെങ്കിലും നമ്മുടെ സിറ്റിയിൽ ഓടിച്ച് കളിക്കാനാണെങ്കിലും തലകുത്തി മറിയാനാണെങ്കിലും അടിപൊളി, കൊള്ളാം. സ്ക്രാംബ്ലർ ഇസ് ഇപ്പോൾ കുറച്ചും കൂടെ സെറ്റപ്പ് ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ സർവീസും പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? ഓൾറെഡി യെസ്, ഐ വാണ്ട് ദ യൂസേഴ്സ് ടു കമൻറ്റ്. ഇതിൽ നമ്മുടെ വണ്ടി ഓടിക്കുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്. സ്ക്രാംബ്ലർ 400 ആയിട്ട് സർവീസ് കോസ്റ്റ്, പാർട്സിൻ്റെ കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ. T4 പവർ കുറവുണ്ട്, അതിന് 31 PS ആയിരുന്നു, ഇപ്പോൾ 29 PS ആയി. പിന്നെ 32 Nm ഓഫ് ടോർക്കും ആയി. 31 Nm ഓഫ് ടോർക്കാന്ന് തോന്നുന്നു. 36 ആയിരുന്നു, 31 Nm ഓഫ് ടോർക്കിലേക്ക് ആയിട്ടുണ്ട് T4 ഇട്ടാ. അതാണ് അതിൽ ഏറ്റവും പവർ കുറഞ്ഞതും ഏറ്റവും വില കുറഞ്ഞ വണ്ടി എന്ന് വേണം നമുക്ക് പറയാം. എന്താ എടുക്കാനില്ല, മാപ്പ് ഇടാൻ. കണ്ടോ, അതാണ് വെയിറ്റ് ഉള്ള ആളും വെയിറ്റ് ഇല്ലാത്ത ആളും, വെയിറ്റ് കൂടിയ വണ്ടിയും വെയിറ്റ് ഇല്ലാത്ത വണ്ടിയും തമ്മിൽ ഡ്രാഗ് അടിച്ചാലുള്ള ഒരു സെറ്റപ്പേ. ഏത് സ്ക്രാംബ്ലർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു 2.6 2.59 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. അപ്പോൾ ഓൺ റോഡ് വരുമ്പോൾ എന്തായാലും 3 പോയിൻറ്റ് സംതിങ് ഒക്കെ വരും. ഈ ഒരു പ്രൈസിങ്ങിൽ ഒരു സ്ക്രാംബ്ലർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതിലും കുറവ് പ്രൈസിങ്ങിൽ കുറച്ച് സ്ക്രാംബ്ലേഴ്സ് ഉണ്ട്. നമ്മുടെ SD-യുടെ സ്ക്രാംബ്ലർ ഉണ്ട്, അതുകൂടാണ്ട് റോയൽ എൻഫീൽഡ് സ്ക്രാം 440 ഉണ്ട്, ഗറില്ല ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ. പക്ഷേ നിങ്ങൾ അതിനെയൊക്കെ വിട്ടിട്ട് ഇത് ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു ക്വാളിറ്റി വൈസ് എനിക്ക് തോന്നുന്നു ട്രയംഫ് കുറച്ചും കൂടെ മുന്നിലാണ്. പക്ഷേ പെർഫോമൻസും ടോർക്കി അല്ലെങ്കിൽ എന്താ പറയുക ഒരു റോ ഫീലൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ സ്ക്രാം 440 റെക്കമെൻഡ് ചെയ്യും. ഗറില്ല എന്ന് വെച്ചാൽ പ്രാന്ത് പിടിച്ച വണ്ടിയാണ്. പ്രാന്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാറി ഇതിനൊക്കെ അടിച്ച് തൂക്കിക്കളയും ഗറില്ല. ആ 450 അതിൻ്റെ എൻജിൻ അമ്മാതിരി ട്യൂണിങ്ങും ഇപ്പോൾ കുറച്ചും കൂടെ ലീനിയർ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഗിയറിൽ ഓടിച്ചവർക്ക് അറിയാം, സെക്കൻഡ് ഗിയറിലൊക്കെ പ്രാന്ത് വണ്ടി പോലെ ആ സാധനം പോണത്. അപ്പോൾ നോർമൽ ഓടിക്കലിൽ നമുക്ക് ഗിയറിൽ ഓടിച്ചടക്കാൻ പറ്റില്ല. സോ അങ്ങനൊരു സെറ്റപ്പ് നമ്മുടെ ഗറിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ടർ വണ്ടി നല്ല സമാധാനത്തോടെ ഓടിക്കണം, നല്ല പീസ്ഫുള്ളായിട്ട് ഓടിക്കണം, നല്ല സസ്പെൻഷൻ അങ്ങനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ, ഒരു ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ യെസ്, ട്രയംഫ് ഈസ് ഓൾവേസ് അഹെഡ് ഓഫ് അതർ ബ്രാൻഡ്സ് എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അത്രമാത്രം നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ പിന്നെ വൈബ്രേഷൻസും കുറഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ അടിപൊളി ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ട്രാക്കർ എന്ന് പറഞ്ഞ വണ്ടി കേട്ടോ. ഇതാണ് 245 ഇറക്കിയേക്കുന്നത്. കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുള്ള റൈഡിങ് സ്റ്റാൻസും ആ ഒരു ലുക്ക്, സീറ്റ് കൗൾ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ, കുറച്ചും കൂടെ ലോവർ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഹാൻഡിൽ ബാർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ ഒരു ഡുവൽ പർപ്പസ് ടയേഴ്സും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ടയർ സൈസ് വ്യത്യാസം ഉണ്ടോയെന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. 150 തന്നെയെന്ന് തോന്നുന്നു കേട്ടോ. റെവ്സ് തന്നെയാണ്, 150 സെഷൻ ടയേഴ്സ് തന്നെയാണ് ഇതിനും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ട്രാക്കർ. ഇത് 3 കളർ വേരിയൻസിലാണ് ഇറക്കിയേക്കുന്നത്. ചെറിയൊരു നമുക്ക് ഫ്രണ്ടിലൊരു കൗള് കാണാൻ പറ്റും. പിന്നെ ആപ്പ് സൈഡ് ഓൺ സസ്പെൻഷൻ ബ്ലാക്ക് കളറിലാണ് വന്നേക്കണത്. ഒരു ചെറിയ റേഡിയേറ്റർ ഗാർഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് നല്ല ലുക്കോടെ ഇറക്കിയേക്കണ ഒരു വണ്ടിയാണ്. അതിൻ്റെ ബ്ലാക്കാണ് അത് ആയിരിക്കുന്നത് കേട്ടോ. അതാണ് ആ ബ്ലാക്ക് കളർ വേരിയൻറ്റ്. ഇതിൻ്റെ പിന്നെ ഒരു വൈറ്റും കൂടി ഉണ്ട്, അത് അവിടെ ഇരിക്കുന്നുണ്ട്. ഓ, ഐഫോണിൻ്റെ ഒക്കെ ഒരു ഗുണം 8X ഇട്ടുണ്ടോ, ഒരു ഗ്രേ കളറിൽ
സൈഡിൽ ഇങ്ങനെ ട്രാക്കർന്ന് എഴുതിയിട്ടുണ്ടാവും സൈഡിൽ. അത്രേ ഉള്ളൂ വ്യത്യാസം. ആ സ്ക്രാംബ്ലറിന് വന്നേക്കണ ആ ഒരു ടൈപ്പ് ഓഫ് എക്സോസ്റ്റാണ് ഇതിൽ കൊടുത്തേക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരേ എഞ്ചിനും ഒരേ വണ്ടിയുടെ മുകളിൽ പല രീതിയിൽ റൈഡിങ് പൊസിഷനുള്ള വണ്ടികളാണ് നമുക്ക് ട്രയംഫിൽ നിന്ന് കാണാൻ പറ്റുക. ഇത് ഇറക്കിയേക്കണത് 2.45 lakhs ഈ ഒരു വണ്ടി അവരെ ഇറക്കിയേക്കണത്. പിന്നെ ഇതാണ് എനിക്ക് കാണിക്കാൻ പറ്റുന്ന T4 വേർഷൻ ഉണ്ട്. 195 സ്പീഡ് T4 സെയിം ആ ഒരു 350cc എഞ്ചിനോടെ വന്ന സ്പീഡ് T4 നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇത് സ്ക്രാംബ്ലറിൻ്റെ XC400 അതും ആ ഒരു ട്യൂബ്ലെസ് സ്പോക്ക് വീൽസോടെ വന്ന ഹാൻഡ് ഗാർഡ്സും നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു ഗ്രില്ല്, വൈസർ, ബീക്ക് അങ്ങനത്തെ എല്ലാ സാധനങ്ങളോടെയും ഹാൻഡ് ഗാർഡ്സ് അങ്ങനത്തെ എല്ലാ പരിപാടിയോടെയും വന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു 400 XC എന്ന് പറഞ്ഞത്. ഇതിൽ MRFസിൻ്റെ റെവ്സിൻ്റെ ടയേഴ്സാണ് നടക്കുന്നത്. അതും വ്യത്യാസമൊന്നുമില്ല. പ്രൈസ് 2.89 എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ പ്രൈസ് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഇത്രയും വണ്ടികളാണ് നമുക്കിപ്പോൾ ട്രയംഫിൻ്റെ ലൈനപ്പിൽ കാണാൻ പറ്റുക. ഒരെണ്ണം കൂടി ഉണ്ട് ത്രക്സ്റ്റൺ, അതും ഉണ്ട്. അത് ഏകദേശം പക്ഷേ പവർ കൂടുതലാണ്. ഇതാണ് ഇതിൽ ഏറ്റവും പവർ കുറഞ്ഞ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 29 PS ഓഫ് പവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏറ്റവും വില കൂടിയ വണ്ടി ഈ സ്ക്രാംബ്ലർ XC400 ആണ്. പിന്നെ നമ്മുടെ ത്രക്സ്റ്റൺ ആണ് ഏറ്റവും പവർ കൂടിയ വണ്ടിയുടെ. അത് 40 PS തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ പക്ഷേ ടോർക്ക് 32 Nm ഓഫ് ടോർക്കാണ് ആ ഒരു ത്രക്സ്റ്റണിൽ നമുക്ക് കാണാൻ പറ്റുക. ത്രക്സ്റ്റണിൽ ടോപ്പ് സ്പീഡും കൂടുതലായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ട്രയംഫിൻ്റെ പുതിയ ലൈനപ്പ്. പുതിയ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ഓണർ ആണെങ്കിൽ ഈ വണ്ടികളുടെയൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. സർവീസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ്, വണ്ടിയായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലേക്ക് ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ലിങ് അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു നിങ്ങൾ സ്വന്തം